എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഉമാദേവി. ഞാനൊരു സംഗീത അധ്യാപികയാണ്. എല്ലാവർക്കും എൻ്റെ ചാനൽ ഉമാ മഹേശ്വരത്തിലേക്ക് സ്വാഗതം. ശ്രീപദേ ശ്രീനാരായണ പാപമോചന ഹരേ 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 ഹരേ ഗുരുവായൂരപ്പ. ജയ് ശ്രീ രാധേ രാധേ. ഇന്ന് ഞാൻ ഹരിനാമ കീർത്തനത്തിലെ 18ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഉള്ളിൽ കനത്ത മതമാത്സര്യം എന്നിവകൾ ഉള്ളോരു കാലമിതമെന്നാകിലും മനസ്സിൽ ചൊല്ലുന്നതാര് തിരുനാമങ്ങളെന്നവന് നല്ലൂ ഗതിക്ക് വഴി നാരായണായ നമ. ഇവിടെ ചിത്തത്തിൽ ശക്തിയേറിയ മതം, മാത്സര്യം തുടങ്ങിയ ആസുരഭാവനകൾ ഉള്ള സമയമാണെങ്കിൽ പോലും മനസ്സിൽ സദാ ഈശ്വരനാമം ജപിക്കുന്നവരാരാണോ അവർക്ക് മുക്തിക്ക് നല്ലൊരു മാർഗം തെളിഞ്ഞു കിട്ടും എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. നാരായണനായിക്കൊണ്ട് നമസ്കാരം. ഇവിടെ ചിത്തശുദ്ധിയെക്കുറിച്ചാണ് ആചാര്യൻ പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നുണ്ടല്ലോ, ചിത്തശുദ്ധിക്ക് നമുക്ക് നാമസങ്കീർത്തനം, അത് തന്നെയാണ് പ്രധാന കാരണം. അതുണ്ടെങ്കിൽ മാത്രമേ ചിത്തശുദ്ധി ഉണ്ടാവൂ. മനസ്സിൻ്റെ ഹൃദയത്തിന് ഒരു എന്താ നമ്മൾ പറയത്തില്ലേ, ഒരു കരുണ അല്ലെങ്കിൽ ഒരു സ്നേഹം, ഒരു അലിവ്, ഇതൊക്കെ നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഈശ്വരനാമം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇവിടെ ചിത്തശുദ്ധി ഉണ്ടാകാതിരിക്കാൻ ആത്മാവിൻ്റെ അനുഭവത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതാണ് ഈ ആസുരഭാവനകൾ, ആസുര വാസനകൾ. അതിൽ ഭഗവാൻ ഗീത 16ാമത്തെ അധ്യായത്തിൽ ദംഭം, ദർപ്പം, അഭിമാനം, ക്രോധം, പാരുഷ്യം, അജ്ഞാനം എന്നിങ്ങനെ 6 ആസുര സമ്പത്തുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് 6 രാഗങ്ങൾ, ഷഡ്രാഗങ്ങൾ നമ്മൾ പറയും. ഇത് എല്ലാ മനുഷ്യരുടെ ഹൃദയത്തിലും ഉണ്ട്. ഇത് മാത്രമല്ല, ദൈവിക സമ്പത്തുമുണ്ട്, ആസുര സമ്പത്തുമുണ്ട്. ഈ ആസുര സമ്പത്തും ദൈവിക സമ്പത്തും കൂടെ ചേർന്നാണ് നമ്മുടെ ഹൃദയത്തിൽ നിലകൊള്ളുന്നത്. അപ്പോൾ നമ്മുടെ ചിത്തശുദ്ധി ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഈ ആസുര വാസനകളെല്ലാം തന്നെ മാറിക്കിട്ടണം. ഈ ആസുര വാസനകൾ മാറിക്കിട്ടാനാണ് നമ്മളിവിടെ നാമം കൊണ്ടുള്ള സാധന. നാമസാധന ചെയ്യുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, അസൂയയും പിന്നെ അഹങ്കാരവും നിറഞ്ഞെടുത്ത് ഒരിക്കലും ഈശ്വരൻ്റെ ഒരു ലാഞ്ചന പോലും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. കാരണം മത്സരമാണ്. ഈ ഇത് വരുമ്പോൾ മാത്സര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്സര്യത്തിനെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. മതം, മാത്സര്യം. മതം എന്ന് പറയുന്നത് അഹങ്കാരം. അഹങ്കാരം എന്ന് വെച്ചാൽ ആരെയും എന്തും പറയും, അല്ലെങ്കിൽ എനിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ആ അഹങ്കാര സ്വഭാവമുള്ളവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ ആർക്കും അവിടെ നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ എന്തും സ്വന്തം തീരുമാനം എടുക്കും. വെട്ടാനാണോ കൊല്ലാനാണോ ഏത് ഭാവമാണെങ്കിലും അവർ തനിയെ തന്നെ തീരുമാനം എടുക്കുകയാണ്. അതിൻ്റെ ഭവിഷ്യത്തുകളെ കുറിച്ചൊന്നും അവർ ചിന്തിക്കില്ല. പിന്നെ മാത്സര്യം എന്ന് പറഞ്ഞാൽ അസൂയയാണ്. അസൂയയുടെ കാര്യം അറിയാലോ.
നമ്മൾ ഈ താരതമ്യങ്ങൾ, അസൂയ, അവർക്ക് അതുണ്ട്, ഇവർക്ക് ഇതുണ്ട്, അവർക്ക് വിദ്യയുണ്ട്, അവർക്ക് സംഗീതമുണ്ട്, അവർക്ക് തലമുടിയുണ്ട്, അവർക്ക് സൗന്ദര്യമുണ്ട്, അവർക്ക് സ്വത്തുണ്ട്, അവർക്ക് പാരമ്പര്യമുണ്ട്, സംസ്കാരമുണ്ട്, ഇങ്ങനെ തുലനം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ മാത്സര്യം എന്ന് പറയുന്നത്. ഈ മാത്സര്യം, ഈ 6 ഇതും നമ്മളെ മഹാഭാരതത്തിൽ അല്ലെങ്കിൽ രാമായണത്തിൽ 2 ഉദാഹരണമുണ്ട്. ഒന്ന് രാവണൻ, പിന്നെ കുംഭകർണൻ. അതുപോലെ തന്നെയാണ് പിന്നെ രണ്ടാമത് വരുന്നുണ്ട് നമ്മുടെ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ. ഇവരൊക്കെ ഈ ഭാവങ്ങൾ, കാമം, ക്രോധം, മോഹം, ലോഭം, മനസ്സിലായില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ആ വികാരങ്ങൾക്ക് അറ്റത്തെ മൂർത്തിമത് ഭാവരാണ്, രാക്ഷസരല്ലേ. പിന്നെ അതുപോലെ തന്നെ അവസാനം വരുന്നത് നമ്മുടെ ശിശുപാലൻ, ദന്തവക്രൻ. ഈ ശിശുപാലനെ കുറിച്ച്, ശിശുപാലൻ്റെ ഈ അസൂയയുടെ ഒരു കഥ പറയണമെങ്കിൽ നമ്മൾ എന്താണ് പറയേണ്ടത്? ശിശുപാലൻ്റെ കഥ ഇതിൽ വരും. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്, അതുകൊണ്ട് ഒരുപാട് കാര്യമായിട്ട് ഞാനത് പറയുന്നില്ല. അതിലെ മെയിൻ കാര്യം എന്താ വെച്ചാൽ പറയാം. അതായത് ശിശുപാലന് കൃഷ്ണൻ ശത്രുവാണെന്ന് അതിനൊരു കഥയുണ്ട് ഇതിൻ്റെ പുറകിൽ. അതായത് ശിശുപാലനെ പ്രസവിക്കുന്ന സമയത്ത് ശിശുപാലനെ കാണുന്ന ഒരു വിരൂപനായിരുന്നു. അതായത് 3 കണ്ണും 4 കൈകളും ഒക്കെ ഉള്ള ഒരു ശിശുവായിരുന്നു. ഈ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ തന്നെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഇങ്ങനെ ഒരു രൂപം കാണുമ്പോൾ ആ അമ്മയ്ക്കത് കാണാൻ സഹിക്കാൻ, മറ്റുള്ള കുട്ടികളോട് തുലനം ചെയ്യുമ്പോൾ ഈ ഒരു വികൃത രൂപമാണ്. അപ്പോൾ ഈ പിന്നെ ഈ കുട്ടിയുടെ ഈ രൂപം മാറണമെങ്കിൽ ഈ കുട്ടി ആരാണോ ഒന്ന് തൊടുമ്പോൾ ഈ 2 കൈകൾ, അധികമുള്ള എക്സ്ട്രാ ഉള്ള 2 കൈകളും ആ 3ാമത്തെ കണ്ണും അപ്രത്യക്ഷമാകുന്നത്, അവരായിരിക്കും ഈ കുട്ടിയുടെ തൊടുമ്പോൾ ആ കുട്ടിയുടെ രൂപം മാറുന്നത് എന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് ശ്രീകൃഷ്ണൻ്റെ അപ്പച്ചിയുടെ മകനാണ് ശിശുപാലൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ ശിശുപാലൻ്റെ അമ്മയെ മാമി എന്നാണ് സംബോധന ചെയ്യുന്നത്. അതായത് ഈ കുട്ടിയെ പ്രസവിച്ച് കിടന്ന സമയത്ത് കുറച്ച് സമയം കുട്ടിക്കാലങ്ങളിൽ ഇങ്ങനെ ഓരോരുത്തർ കാണാൻ വരുമല്ലോ, കുഞ്ഞിനെ കാണാൻ. ആ സമയത്ത് ഈ ശിശുപാലനെ ഈ കൃഷ്ണൻ വന്ന് തൊട്ടപ്പോഴാണ്, അതായത് ബലരാമനും കൃഷ്ണനും കൂടെ അവിടെ വരുമ്പോൾ തൊട്ടപ്പോഴാണ് ഈ കുട്ടിയുടെ 3ാം കണ്ണും 2 കൈകളും നഷ്ടമാകുന്നത്. അപ്പോൾ ഈ അമ്മ മാറത്തടിച്ച് ഒരു ആകാശവാണി ഇവർക്ക്, അതായത് നമ്മുടെ പറയില്ലേ അശരീരി പറഞ്ഞിരുന്നു, ഈ കുട്ടിയുടെ ഈ രൂപം മാറ്റുന്ന ആളായിരിക്കും അവൻ്റെ അന്തകനം. അപ്പോൾ കൃഷ്ണൻ തൊട്ടപ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ആ അമ്മ കരഞ്ഞു വിളിച്ച് പറഞ്ഞു, ശിശുപാലൻ്റെ അമ്മ, അയ്യോ കൃഷ്ണ, എൻ്റെ മകനെ കൊല്ലുന്ന ആൾ നീയാണോ? എനിക്ക് അങ്ങനെ ഒരു അശരീരി ഉണ്ടായല്ലോ എന്ന് പറഞ്ഞു. അപ്പം കൃഷ്ണൻ പറഞ്ഞു, ഞാൻ എന്തിനാണ് അമ്മയുടെ മകനെ കൊല്ലുന്നത്? അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവന് തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്ത് അവൻ നിന്നെ എന്തെങ്കിലും ദ്രോഹം എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും ഒന്ന് അവനെ നീ ചെയ്യില്ല എന്ന് എനിക്ക് വാക്ക് തരണം. കാരണം അങ്ങനെയാണ് ഞാൻ ഇത് കേട്ടിരിക്കുന്നത്, അശരീരി എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഭയമാണ് പറഞ്ഞ് മുമ്പ് കിടന്ന് നിലവിളിച്ച് കരഞ്ഞപ്പോൾ സമാധാനപ്പെടുത്തിയിട്ട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാൻ, അവൻ എത്ര തെറ്റ് ചെയ്താലും ഞാൻ ക്ഷമിക്കും, 99 തെറ്റും ഞാൻ ക്ഷമിക്കും, പക്ഷേ 100ാമത്തെ തെറ്റ് ചെയ്താൽ എന്താണ്, അപ്പോൾ പിന്നെ എനിക്ക് ക്ഷമിക്കാനൊക്കത്തില്ല, അത് പിന്നെയുള്ള കാര്യമെന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്തി. അപ്പോൾ ആ അമ്മ പറയുകയാണ്, അത്രയ്ക്കുള്ള കുറ്റമൊന്നും എൻ്റെ മകൻ ചെയ്യില്ലല്ലോ, അതെനിക്ക് സമാധാനമായി കൃഷ്ണ എന്ന് പറഞ്ഞ് അന്നങ്ങ് പിരിയുകയാണ്. പക്ഷേ കൃഷ്ണൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, കൃഷ്ണൻ ആകർഷണനാണെന്ന് എല്ലാവർക്കും അറിയാം. കൃഷ്ണൻ്റെ സ്വഭാവം കുട്ടിക്കാലം മുതലേ എല്ലാവരെയും സ്നേഹിക്കുന്നതും എല്ലാവരെയും മോഹിപ്പിക്കുന്നതും പിന്നെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ഇതാണ് നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഈ രൂപവും ഭാവവും കഥകളും ഒക്കെ കേട്ട് രുക്മിണി ശ്രീകൃഷ്ണനെ ധ്യാനിച്ചിരിക്കുകയാണ്, ശ്രീകൃഷ്ണനെ തന്നെ ഭർത്താവായിട്ട് കിട്ടണമെന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ രുക്മിണിയെ കെട്ടാൻ ശിശുപാലന് മുറയുണ്ട്. അങ്ങനെ ശിശുപാലൻ രുക്മിണിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ രുക്മിണിക്ക് തീരെ ഇഷ്ടമല്ല, മരിക്കേണ്ടി വന്നാൽ പോലും ശിശുപാലനെ കല്യാണം കഴിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കേട്ടിരിക്കുന്ന ശിശുപാലനെ കൃഷ്ണനോട് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, ഭയങ്കര പകയായിരിക്കും. അപ്പോൾ കൃഷ്ണൻ്റെ ഈ വർണ്ണനകളും കാര്യങ്ങളും പൊഴുത്തലൊക്കെ കേൾക്കുമ്പോൾ ശിശുപാലൻ എന്നും കൃഷ്ണൻ ചീത്ത വിളിയാണ്. 99 പ്രാവശ്യം വിളിക്കും, പിന്നെ 100ാമത്തെ പ്രാവശ്യം വിളിക്കില്ല. കാരണം പേടിയുണ്ട്, ഇങ്ങനെ ഒരു ഇത് കിടക്കുകയല്ലേ. അപ്പോൾ ആ ഒരു ഭയം കൊണ്ട് വിളിക്കത്തില്ലായിരുന്നു. അവസാനം കൃഷ്ണനെ യജ്ഞത്തിൻ്റെ അധിപതിയായിട്ട് മഹാവിഷ്ണുവും ബ്രഹ്മാവും നാരദരും ഒക്കെ ഇങ്ങനെ കാൽ കഴുകി പൂജിച്ച് സൽക്കരിക്കുന്നത് കണ്ടപ്പോൾ ശിശുപാലന് സഹിച്ചില്ല. ശിശുപാലന് പറയാവുന്നതിൻ്റെ അങ്ങേയറ്റം പറഞ്ഞ് അവസാനം പറയുക എന്താണ്, നമ്മുടെ പാഞ്ചാലിയായ യുധിഷ്ഠിരൻ്റെ നമ്മുടെ പാണ്ഡവരുടെ പാഞ്ചാലിയെ ചേർത്ത് ഈ ശിശുപാലൻ കൃഷ്ണനെ പറയാൻ. ആ സമയം സർവ്വതും ആരെ പറഞ്ഞാലും സഹിക്കും, പക്ഷേ പാഞ്ചാലിയെ പറയുന്നത്
പിന്നെ കൃഷ്ണന് സഹിക്കില്ല. അങ്ങനെ എന്ത് ചെയ്തു? ദേഷ്യം വന്നിട്ട് ചക്രായുധം എടുത്തിട്ട് ശിശുപാലൻ്റെ കഴുത്തറുക്കുകയാണ്. ആ 100ാമത്തെ ചീത്ത പറച്ചിലിൽ എന്തായി? പിന്നെ ശിശുപാലൻ്റെ കഥ കഴിഞ്ഞു. അങ്ങനെ ഇവിടെ ഒരു സംഭവം നടത്തുന്നത്. അതാണ് ഇവിടെ പറയുന്ന മതമാത്സര്യം. മാത്സര്യം എന്ന് പറഞ്ഞാൽ തങ്ങളിലുള്ള താരതമ്യപ്പെടലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പിടിച്ചാൽ നിൽക്കാത്ത ഒരു ഇതാണ് അസൂയ. പക്ഷേ ഇവിടെ ആചാര്യൻ പറയുന്നു, എങ്ങനെയുള്ള മതവും മാത്സര്യവും ആണെങ്കിൽ പോലും ഈശ്വരനെ സദാ ജപിക്കുകയാണെങ്കിൽ ഈശ്വരൻ്റെ ആ സദാ ജപം കൊണ്ട് ആ മനുഷ്യന് നല്ലു ഗതി വരുമെന്ന് പറയുന്നു. ആ നല്ലു ഗതി എന്ന് പറയുന്നത് ഇവിടെ ആചാര്യൻ ഉദ്ദേശിക്കുന്നത് മോക്ഷം എന്ന മാർഗത്തിലേക്ക് നമുക്ക് ഉയർത്തപ്പെടും എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. പിന്നെ നമ്മൾ ഈ ആസുരിക ഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞു. 6 ആസുരിക ഭാവങ്ങളും അതുപോലെ തന്നെ 24 ദൈവിക സമ്പത്തും നമുക്കുണ്ട്. ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ ഈ ദൈവിക സമ്പത്തും ആസുരിക സമ്പത്തും കൂടി ഒരുമിച്ച് ആണ് കിടക്കുന്നത്. അതായത് ഞാൻ ധർമ്മ അധർമ്മം എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ ഈശ്വരിക വെച്ചാൽ അത് മോക്ഷമാർഗത്തിലേക്ക് പോകും. ആസുരിക ഭാവം എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തമ്മിലടിച്ചും പ്രശ്നങ്ങളും ഉണ്ടാക്കി അവർ വീണ്ടും കർമ്മങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ജനന മരണ ആ ഒരു വീണ്ടും ജനിക്കാനുള്ള ഒരു കർമ്മബന്ധങ്ങളിലേക്ക് അവർ പോകും. അതുകൊണ്ടാണ് ഈ ആസുരിക ഭാവങ്ങൾ നമ്മുടെ ചിത്തത്തിൽ നിന്ന് നമുക്ക് തുടച്ചു മാറ്റിയാൽ മാത്രമേ ദൈവിക സമ്പത്തുകളായ മറ്റു ഒരുപാട് 24 ഉണ്ട് ഇവിടെ. കരുണ, സ്നേഹം, സത്യബോധം, പിന്നെ നിഷ്കളങ്കത, പിന്നെ ഈശ്വര ആരാധന, മറ്റുള്ളവരടുത്ത് ദയ, ചഞ്ചലമില്ലാത്ത മനസ്സ്, ഭയമില്ലായ്മ, സ്ഥിരമായ ധൈര്യം, ഇങ്ങനെ കുറേ ഗുണങ്ങളാണ് ഈ ദൈവിക സമ്പത്ത് എന്ന് പറഞ്ഞ് നമുക്ക് ഉള്ളത്. ഈ സമ്പത്തുകളെയൊക്കെ 24 സമ്പത്തുകളെ അടിച്ചമർത്താൻ കഴിവുള്ളതാണ് ഈ 6 ആസുരിക ഭാവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആചാര്യൻ പറയുന്നു, ഈ ആസുരിക ഭാവങ്ങൾ നമ്മുടെ ചിത്തത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതിൽ പ്രത്യേകിച്ചും മതവും മാത്സര്യവും അഹങ്കാരവും അസൂയയും എന്നിട്ട് പോലും അങ്ങനെയാണെങ്കിൽ പോലും ഭഗവാന് സദാ മാർഗമാണ് നമ്മുടെ ഹരിനാമ കീർത്തനം എന്നിവിടെ ആചാര്യൻ പറയുന്നു. ഇതാണ് നമ്മുടെ ഈ ശ്ലോകത്തിൽ ആചാര്യൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഈ രാക്ഷസരെന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സാണ്. നമ്മൾക്കത് പാടില്ല. നമ്മുടെ മനസ്സിൽ ഈ മോക്ഷം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ജന്മങ്ങളില്ലാതെ, നമ്മുടെ പാപങ്ങളില്ലാതെ, നമ്മുടെ കർമ്മദോഷങ്ങളൊന്നും ഇല്ലാതെ, ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മുടെ ജന്മം സാക്ഷാത്കരിക്കണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും ഈ 6 ഭാവങ്ങൾ, താനാണ് ഏറ്റവും വലിയ ആള്, താൻ എൻ്റെ ബലം കൊണ്ട് എന്തും ചെയ്യും, അല്ലെങ്കിൽ എന്നെ മാത്രമേ എല്ലാവരും ആരാധിക്കാവൂ, ആദരിക്കാവൂ, അഭിമാന ബോധം ഇല്ലേ, പിന്നെ അറിവില്ലായ്മ കൊണ്ടാണ് ഈ അഹങ്കാരം ഉണ്ടാകുന്നത്. നേരറിവ് ആർക്ക് കിട്ടുന്നു അവർ പിന്നെ ശബ്ദിക്കില്ല. കാരണം അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം. ഇവിടെ എന്താ നടക്കാൻ പോണത്, ഇവിടെ എന്ത് നടക്കും, ഏതുവരെ പോവാം, എങ്ങനെ വരെ എത്തും എന്നുള്ള ഒരു ബോധം ഏത് വ്യക്തിക്ക് കിട്ടുന്നു അവർ ശാന്തരാവും. കാരണം ഈ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല, നമ്മൾ പഠിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ 6 ഗുണങ്ങൾ മാറ്റാൻ വലിയ പാടാണ്. അതിൽ ഈ മതവും മാത്സര്യവും മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതായത് നമ്മൾ നിലവിളിച്ച് നാം ജപിക്കണം എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജപം പോലെ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം, ഒരാളോട് നമുക്ക് വേറെ സ്വഭാവങ്ങളൊന്നും ഇല്ല, പക്ഷേ ചെറിയൊരു അസൂയ, ആരെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം കാണുമ്പോൾ ചെറിയൊരു അസൂയ നമുക്കുണ്ടായെന്ന് വെച്ചോ. അസൂയ സ്വാഭാവികമാണ്, ധർമ്മ അധർമ്മം നമ്മൾ കിടക്കുകയാണ്. അത് ഉയരുമ്പോൾ ആ സമയത്ത് തന്നെ നമ്മളെ മനസ്സിന് നമ്മൾ എന്ത് ചെയ്യണം? അയ്യോ ഭഗവാനെ, എനിക്ക് അങ്ങനത്തെ വികാരങ്ങളൊന്നും വരാൻ പാടില്ല, എന്നെ അതിൽ നിന്നും കരകയറ്റിനെ നമ്മൾ ജപിക്കണം, നാമം ജപിക്കണം. അങ്ങനെയുള്ള ഒരു സാധന എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് രാവിലെ ഇല്ലേ. നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ നാമജപങ്ങളും നമ്മുടെ ചുണ്ടുകളിലെ ഓരോ സ്തോത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ട് അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ഈ നാമസങ്കീർത്തനത്തിന് ഒരു നിബന്ധനകളും ഇല്ല. കാരണം നമ്മുടെ ഇത്രയും അശുദ്ധിയൊക്കെ ചേർന്നിരിക്കുന്ന ആ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ ജീവാത്മാവായ ഈശ്വരൻ ഇരിക്കുന്നത് ആണല്ലോ. അങ്ങനെയുള്ള നമുക്ക് അശുദ്ധികളിൽ പോലും ഉപയോഗിക്കാവുന്ന ജപങ്ങളുണ്ട്. ഹരിനാമകീർത്തനം പറയില്ല, ഋതുവായ പെണ്ണിന് അടുത്ത ശ്ലോകം വരുന്നുണ്ട്. പിന്നെ അതായത് നമ്മൾ മാറിയിരിക്കുന്നില്ല, പീരിയഡ്സ് ടൈമായിട്ട് മാറിയിരിക്കുന്ന അങ്ങനെയുള്ളവർക്ക് ഇപ്പം യാചകൻ തന്നെ യാചിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഭഗവാനെ എനിക്ക് ഇന്ന് വല്ലതും കിട്ടണേ എന്ന് പറയാറില്ലേ, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ കുറച്ചും കൂടി കിട്ടണേ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നിർദോഷമായ ചില കാര്യങ്ങളാണ്. പക്ഷേ ഒരാളുടെ ജീവൻ എടുക്കുക,
ഒരാളെ നശിപ്പിക്കുക, അവരുടെ പദവിയെയും സ്ഥാനങ്ങളെയും അപമാനപ്പെടുത്തി ഇല്ലാതാക്കുക, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ പാപങ്ങളാണ്. അത് ആര് ചെയ്താലും അത് വളരെ വളരെ ദോഷങ്ങളാണ് സംഭവിക്കുന്നത്. ആ ഇത് മാത്രമല്ല, അതിനെ ബാധിക്കുന്ന ചുറ്റും ഉള്ളവർക്കും കൂടെ അത് ബാധകമായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഈ ആസുരഭാവങ്ങൾ വെടിയാൻ വേണ്ടി നമുക്ക് സാധനയാണ്, നാമസാധന. ചിത്തശുദ്ധിക്ക് നാമസാധനയാണ് നമുക്ക് ആവശ്യം. ഈ എല്ലാ ഒന്നാമത്തെ തൊട്ട് ആചാര്യൻ പറയുന്നുണ്ട്, എന്താണ്? പുരോഗമിപ്പിക്കാനാണ്. നമ്മുടെ ജപവും തപവും ഒക്കെ നമ്മൾ പുരോഗമിപ്പിക്കാൻ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് സ്ഥലം വിട്ടാലും കുഴപ്പമില്ലല്ലോ. നമ്മളെന്താണ്, നമ്മൾ ഏതാണ് എന്നൊക്കെ ഒരൊന്ന് അറിയാൻ. അപ്പോൾ ഈ ഹരിനാമ കീർത്തനത്തിൽ ഇനി അങ്ങോട്ടും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നമ്മുടെ മുക്തിമാർഗത്തിന് നമ്മൾ എങ്ങനെയാവണം, നമ്മുടെ ചിത്തത്തിൽ എന്താവണം, നമ്മുടെ ചിത്തത്തിൽ എല്ലാവർക്കും എല്ലാ വികാരങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ചില സമയങ്ങളിൽ പൊന്തി വരും. ആ പൊന്തി വരാതിരിക്കാനാണ് ഈ ജപസാധന എന്ന് പറയുന്നത്. പുസ്തകങ്ങൾ വായിക്കുക, അതിന് വീണ്ടും പറയുന്നു, പുസ്തകങ്ങൾ വായിക്കുക, ശ്ലോകങ്ങൾ കേട്ട് പഠിക്കുക, അത് കാണാതെ പറയാൻ ഉരുവിട്ട് നടക്കാൻ ശ്രമിക്കുക. ഈ കാണാതെ പഠിക്കുന്നത് തന്നെ നമ്മൾ ഈശ്വരനെ വിളിക്കുന്നതായിരിക്കും. കാണാതെ പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ടില്ലേ? ആ ശ്രമിക്കുന്നത് ഒരു ധ്യാനമാണ്. കാരണം അതിൽ തന്നെ നമ്മൾ മുഴുകിയിരിക്കണം. അതെനിക്ക് പഠിക്കണം, അത് മനസ്സിലാക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ ഒരു തരം ധ്യാനമാണ്. അതായത് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് പോലെ കർമ്മയോഗി, നമ്മളെപ്പോലുള്ളവർക്കെല്ലാം കർമ്മയോഗിയാവാൻ പറ്റും. കാരണം മറ്റ് ചിന്തകളൊന്നും നമുക്കുണ്ടാവില്ല. മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ച് അവരുടെ എന്ത് വേണം, അവരുടെ ഇപ്പുറത്തെ എന്താണ് അപ്പുറത്തെ എന്താണ് ഒന്നും ചിന്തിക്കാതെ നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധിയായി നമ്മൾ അത് ചെയ്യും. നാമസങ്കീർത്തനം നമ്മൾ അതിലൂടെ കൊണ്ടുപോവുകയും ചെയ്യും. നമ്മൾക്കുണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങളായത് ഇന്ന് ആ ഗുണങ്ങളാണ് നമ്മുടെ ആസുരീയ ഭാവങ്ങൾ മാറുന്നതായിട്ട് വരുന്നത്. ചിട്ടയുണ്ടാവും നമുക്ക് ജീവിതത്തിൽ. ഈ ചിട്ട കിട്ടാത്തിടത്തോളം കാലം അവിടെ എപ്പോഴും എന്താണ്, അവിടെ അലക്ഷ്മിയാണ്. ചിട്ടയും ചീരും എന്നൊക്കെ പണ്ടുള്ളവർ പറയും ഇല്ലേ? ചിട്ടയും ചീരും ഒക്കെ ഉള്ള കുടുംബത്തിലെ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതായത് അത് ഇപ്പം എല്ലാവരും പറയുന്നത് കലിയുഗകാലത്ത് അതൊന്നും ഇല്ല, സ്വതന്ത്രരാണ്. പക്ഷേ ചെയ്യുന്നവരുണ്ട്. എന്തൊക്കെ ആയാലും നമുക്കൊരു ദൈവഭക്തി, ഒരു ബഹുമാനത, ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ചില എല്ലാ ഗുണങ്ങളും നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മളത് പരിപോഷിപ്പിക്കുന്നില്ല എന്നും മാത്രം. അതിനിപ്പോൾ സ്ത്രീകൾ ജോലിക്ക് പോകുന്നു, അതുകൊണ്ട് മാത്രമാണ് അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ. പണ്ടങ്ങനെയല്ല, കുട്ടികളെ നോക്കി കുടുംബവും നോക്കി നാമജപങ്ങളും ഒക്കെ ചെയ്ത് കുടുംബത്തിന് ശ്രേയസ്സായിട്ട്. അന്ന് പണ്ട് പാടുന്ന ആ പാട്ട് കറക്റ്റാണ്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിതയ്ക്കുന്ന പൂന്തിങ്കളാണ് ഭാര്യ. അത് കറക്റ്റാണ്. കാരണം അന്ന് അവർ സഹിക്കാനും പൊറുക്കാനും പലതും കണ്ടില്ല എന്ന് വയ്ക്കാനും അവരവരുടെ ദുഃഖങ്ങളൊക്കെ കുറച്ച് പ്രാധാന്യം കൊടുക്കാതെയും വേറെ പലതിനും വേണ്ടി നമ്മൾ പറയാം ത്യജിക്കുക. അതൊക്കെ അന്നത്തെ കൃഷ്ണൻ പറഞ്ഞ പോലെ. പക്ഷേ ഇന്ന് നമുക്ക് ത്യജിക്കാം, നല്ല രീതിയിൽ ത്യജിക്കാം. എങ്ങനെ? പണ്ടത്തെ ആൾക്കാർ ചെയ്ത പോലെ ത്യജിക്കണമെന്നില്ല. നമ്മുടെ ജീവിതം ഒരു ജോലിക്ക് തന്നെ പോയി നമ്മുടെ ജീവിതം മുഴുവൻ അവിടെ കളയുകയാണ്. വെച്ചാൽ കുടുംബത്തിന് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട്, സമ്പാദ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ ത്യജിക്കുക തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം നമുക്ക് എന്ത് വേണം? നാമജപവും കൂടി വേണം. നാമജപം കൂടി ഉണ്ടെങ്കിലേ ആ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു തെളിച്ചവും ഒരു വെളിച്ചവും ഒരു പുരോഗതിയും ഒക്കെ ഉണ്ടായി വരുള്ളൂ. നമുക്ക് സ്ഥാനക്കയറ്റം, ജോലി സംബന്ധമായ ടെസ്റ്റ്, അത് ഇതൊക്കെ നമ്മൾ എഴുതാറില്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു നാമസാധന നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ എത്തേണ്ട അടുത്ത് എത്തും. അത്രയ്ക്ക് ഒരു ശക്തി നാമസാധനയ്ക്കുണ്ട് എന്നാണ് ആചാര്യൻ ഇവിടെ പറയുന്നത്. കാരണം എങ്ങനെയുള്ള ആളാണെങ്കിൽ പോലും ഈശ്വരൻ ഏഴയിലേക്ക് വരാത്ത സ്വഭാവമുള്ള ആളാണെങ്കിൽ പോലും നാമസാധന ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അവൻ്റെ സർവ്വപാപങ്ങളും ദൈവം പുറത്തിട്ട് അവനെ ഉദ്ധരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഭഗവാന് സറണ്ടറായി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു നമ്മൾ ഇനിയിപ്പോൾ തെറ്റുകുറ്റങ്ങളൊന്നും നമുക്ക് ചെയ്യില്ല എന്നുള്ള ധാരണയിലാണ് നമ്മൾ നാമജപവും സാധനയൊക്കെ നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ മനുഷ്യനാണ്. അപ്പം നമ്മൾ നേരത്തെ കൂട്ടി പറഞ്ഞുകൊണ്ടിരിക്കണം, നമ്മളിലുള്ള ഈ ഭാവങ്ങളെന്നും വളർത്തല്ലേ ഭഗവാനെ, നല്ല ഗുണങ്ങൾ നമുക്ക് വളർത്തി തരിക, നമ്മളെ മുമ്പോട്ട് നയിക്കുക. അങ്ങനെയും കൂടി ഒരു പ്രാർത്ഥന നമുക്ക് ആദ്യം ഉണ്ടാവണം. ആ പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് നീങ്ങുക. നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കല്ലേ, ഇത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ബോധ മനസ്സിലത് കിടക്കും. തെറ്റ് ചെയ്യിക്കല്ലേ, ദിവസവും നമ്മൾ അയച്ച് പറയും എന്നെ കൊണ്ടൊരു തെറ്റും ചെയ്യിക്കല്ലേ ഭഗവാനെ, എനിക്ക് എന്തെങ്കിലും ആൾക്കാർക്ക് ഒരു ഉപകാരം ചെയ്യാനുള്ള മനസ്സെനിക്ക് തരണേ. ഇതൊക്കെ ദിവസവും പറയുന്ന കാര്യങ്ങൾക്ക് എന്താണ്? അതാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഈ ചെയ്യുന്നതൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കും. നിത്യ പ്രാക്ടീസ്, നിത്യ അഭ്യാസി ആനയെ എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. പഠിച്ചു എന്ന് പറയുന്നതിലല്ല കാര്യം, അത് എത്രത്തോളം നമ്മൾ പ്രാവർത്തികമാക്കുന്നു.
അപ്പോൾ അതിന് നമുക്കൊരു ഇതുണ്ടാവണം, എന്താ, ഒരു അനുഗ്രഹമൊക്കെ നമുക്ക് വേണം. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും എണീക്കുമ്പോൾ, രാവിലെ തന്നെ എണീക്കുമ്പോൾ, ഭഗവാനെ ഇന്നത്തെ ദിവസം നല്ലതായിരിക്കണേ, എല്ലാവർക്കും നല്ലത് വരണേ, ഇങ്ങനെ 2 കാര്യം നമ്മൾ ദിവസവും പറഞ്ഞു നോക്കുക. എല്ലാവർക്കും നല്ലത് വന്നാൽ പിന്നെ നമുക്കും നല്ലതല്ലേ വരുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി പറയണം, ഭഗവാനോട് നന്ദി പറയണം. ഭഗവാന് എനിക്ക് ഈ ജീവിതത്തിൽ ഈ തന്നതൊക്കെ എല്ലാം തന്നതിന് എനിക്ക് നന്ദിയുണ്ട് ഭഗവാനോട്. ഈ കാര്യങ്ങളൊക്കെ എന്നെ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ എനിക്കൊരു ഓർമ്മയും ബുദ്ധിയും തന്നതിന്, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ എന്നെ വഴിതിരിച്ച് ഈശ്വരനിലേക്ക് വിട്ടതിന്, എൻ്റെ ജീവിതത്തെ, എൻ്റെ ആത്മാവിനെ ഞാൻ നശിപ്പിക്കാതെ ആത്മഹത്യ ചെയ്യുകയോ സ്വഭാവ ദൂഷ്യങ്ങൾ കാണിച്ച് എനിക്ക് കിട്ടിയ ഈ ഈശ്വരാംശമായ ആത്മാവിനെ നശിപ്പിക്കാനോ എനിക്ക് ചെയ്യാതെ ഞാൻ നല്ല രീതിയിൽ എന്നെ മുമ്പോട്ട് നയിച്ചതിന് സർവ്വദൈവങ്ങളോട് നമ്മൾ എന്ത് പറയണം, നന്ദിയുള്ളവരായിരിക്കണം. അതാണ് പറയുന്നത്. എല്ലാത്തിനും നമുക്ക് നന്ദി വേണം. ചിലയിടത്ത് നമ്മൾ നന്ദി കാണിച്ചാൽ ആ നന്ദി അവർക്ക് അവിടെ വേണ്ടി വരില്ല. അത് അബദ്ധമാണ്. അധികമായാൽ അമൃതം വിഷം. നമ്മൾ ഓവറായിട്ട് ആരോടെങ്കിലും എന്താണ് സ്നേഹം കൂടുതൽ കാണിക്കുകയോ ബഹുമാനം കൂടുതലൊക്കെ കാണിക്കുകയോ ചെയ്യണമെങ്കിൽ നമുക്ക് തിരിച്ചടിയായിട്ട് കിട്ടും. എന്താണ്, അത് അധികമായി പോയി. അപ്പോൾ എല്ലാം ഏതെല്ലാം എങ്ങനെയൊക്കെ പോകണം എന്ന് ഭഗവാനോട് നിത്യവും നമ്മൾ പ്രാർത്ഥിക്കുക. നിത്യവും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മൾ ഏത് പ്രതിസന്ധികൾ വന്നാലും, എന്തൊക്കെ മുമ്പോട്ട് നമുക്ക് പ്രതിബന്ധങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ജീവിതമാണ്. തിരഞ്ഞെടുക്കുന്ന വഴികൾ ശക്തവും സുദൃഢവുമാക്കുന്നതിന് ആര് ശ്രമിക്കുന്നുവോ അവരുടെയൊക്കെ ജീവിതത്തിൽ എന്ത് വരും? പ്രതിബന്ധങ്ങൾ. എന്തിനാണ്? പരാജയപ്പെടാനല്ല, നമ്മളെ ജയിപ്പിക്കാനാണ് ആ പ്രതിബന്ധങ്ങൾ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് നീങ്ങണം. അതിനും വേണം നാമജപം. നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ എന്തിനിറങ്ങിയാലും ആദ്യം ഗുരു, ദൈവം, മാതാപിതാ, ഗുരു. നമ്മുടെ അച്ഛനും അമ്മയാണ് ആദ്യത്തെ ഗുരു. രണ്ടാമത് നമുക്ക് അക്ഷരം പറഞ്ഞു തരുന്നവരാണ് ഗുരു. നമുക്ക് ഒരുപാട് ഗുരുക്കന്മാർ വരും. അവരവരുടെ കഴിവിനനുസരിച്ച് അവരെ നമുക്ക് അറിവ് തന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ നേടേണ്ടത്, നമുക്ക് കിട്ടിയ കഴിവ് വെച്ച് നമ്മൾ കൂടുതൽ പ്രയത്നിക്കണം. ഇപ്പം ചുമ്മാ തിരുന്ന് നമുക്കൊന്നും കിട്ടുകയില്ല. ഈ പ്രയത്നങ്ങൾക്ക് എല്ലാം ആധാരം നാമസാധന. ഇവിടെ നാമസാധനയെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ പറയുന്നത്. ആചാര്യനിവിടെ പറയുന്നതും അതാണ്. അതിൽ എങ്ങനെയുള്ളൊരു വ്യക്തിയാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ മനസ്സ് മാറി അവരുടെ ഈശ്വര ആരാധനയിലേക്കോ ഈ നാമജപത്തിലേക്കോ പോവുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ജീവിത ഐശ്വര്യങ്ങളും അതിനുശേഷമുള്ള മുക്തിയും ഉണ്ടാകുന്നതിന് നല്ല ഗതി ഉണ്ടാകുന്നതിന് ഒരു മാർഗമാണ് ഈ ഹരിനാമ കീർത്തനമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ ശ്യാം. അടുത്ത ശ്ലോകവുമായി ഞാൻ അടുത്ത ആഴ്ച വരുന്നതാണ്. നന്ദി, നമസ്കാരം. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഉള്ളിൽ കനത്ത മത മാത്സര്യമെന്നിവകൾ ഉള്ളോരു കാലമിത് എന്നാകിലും വഴിയെ ചൊല്ലുന്നതാരു തിരു നാമങ്ങളെന്നവന് നല്ലു ഗതിക്കു വഴി നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ.